ഒരു 7 വയസ്സ് മൂത്ത ഹസ്ബൻഡ് ആയതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. ദേ ആർ വെരി വെരി ഹെൽത്തി. അപ്പൊ ഇതിൽ തന്നെ സ്ത്രീകളുടെ ഇടയിൽ ഞങ്ങൾ ഒരു 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 ആൾക്കാരെ കാണുന്നു, ഇവർക്ക് ജന്മന കുറവാണ്. അവസാനത്തെ പോകുമ്പോഴായിട്ട് ഞങ്ങൾ ഒരിക്കലും IVF എടുക്കാറുണ്ട്. ഇപ്പൊ 10-15 വയസ്സ് തുടങ്ങുന്ന ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ടല്ലോ, 25 ആവുമ്പോഴത്തേക്കും ഡിക്ലൈൻ ചെയ്തു. എല്ലാ എഗ്ഗുകളും ഞങ്ങൾ ആ മാസത്തിൽ ഒരു എഗ്ഗ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും എല്ലാ എഗ്ഗും മെച്ചോർ ആവണമെന്നില്ല. ടൈം ഇന്റർപോസ് എന്നാണ് ട്രീറ്റ്മെന്റ് പറയുന്നത്. അല്ലാതെ സൂക്ഷിച്ച് രക്ഷപ്പെടുമെങ്കിൽ ഈ കണ്ട അവിഹിത ഗർഭങ്ങളൊന്നും ഉണ്ടാവില്ല. വെച്ച് കൂട്ടാന്റെ മരുന്ന് തരും. നമസ്കാരം. ലോകമെമ്പാടുമുള്ള ദമ്പതികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് വന്ധ്യത. ഇന്ന് ഈ വിഷയത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടി ചേരുന്നത് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിജയലക്ഷ്മിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനെ പറ്റി എല്ലാ വിഭാഗത്തിലും കാണും. ഇന്ത്യൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലൊക്കെ അഭൂതപൂർവമായ വളർച്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ വന്നിട്ടുണ്ട്, ഇത്തരം വിദഗ്ധരും വന്നിട്ടുണ്ട്. ഇപ്പോ ഇത്രയൊക്കെ പറയുമ്പോഴും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്, കുറയുന്നില്ല. ശരിയാണെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് മാമിന് 10-20 രംഗത്തുള്ള ആളാണ്. മാമിന്റെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റി കാര്യം കുറഞ്ഞിട്ടില്ല നമ്മുടെ ഹോൾ ഓഫ് സൊസൈറ്റിയിൽ. അർബൻ പോപ്പുലേഷനിൽ 1/4 ഉണ്ടെന്നാ പറയും. 1/4 ആൾക്കാരുണ്ട്, 25% വരെ ഉണ്ട്. അതായത് ഇന്നിപ്പോ 100 കപ്പിള് കല്യാണം കഴിച്ച 25 പേർക്ക് സഹായമില്ലാണ്ട് ഗർഭാവധി, സഹായത്തോടുകൂടിയ ഗർഭാവുള്ളൂ. ബാക്കി 75 പേർക്കും ഗർഭം വേണ്ടാണ്ട് പോകാം. അത് വേറെ. അപ്പൊ ആ 25% ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് കാണുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നല്ലത് തന്നെ, ഒരു സൊസൈറ്റിയുടെ ലക്ഷണം തന്നെയാണ് ഓരോ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരിക എന്നുള്ളത്. നല്ലൊരു സൊസൈറ്റിയുടെ കുറയാനുള്ള സാധ്യത ഇല്ല തന്നെ. 3-4 കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ കൂടി വരുന്നു. ഏജ് ട്രൈങ് ഫോർ ബേബീസ്. ഓക്കെ, അപ്പൊ കല്യാണപ്രായം തന്നെ കൂടി വരുന്നു. നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും കൺഫോമിസ്റ്റ് ആണ്. കല്യാണം കഴിയാതെ ഒരു കുട്ടികൾ ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളും കല്യാണപ്രായം കൂടി വരുന്നു, ആണിന്റെയും പെണ്ണിന്റെയും. പിന്നെ അവർ സെറ്റിൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന കംഫർട്ട് ലെവല് കൂടി വരുന്നു. അത് കാരണം കംഫർട്ട് ലെവല് സ്റ്റാൻഡേർഡ്സ് ഹൈ ആവും തോറും അവരുടെ ഏജും കൂടി വരുന്നു. അപ്പൊ ആഫ്റ്റർ ഓൾ നിങ്ങളിപ്പം ഞാൻ പറയാണ് 10-12 വയസ്സിൽ നിങ്ങൾക്ക് പീരിയഡ്സ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഹോർമോണലി മെച്ചോറായി ഫെർട്ടിലിറ്റിയിലേക്ക് വന്ന ആൾക്കാര് 35 വയസ്സിലാണ് നിങ്ങൾക്ക് കുഞ്ഞു വേണമെന്ന് തീരുമാനിച്ചെന്ന് വയ്ക്കാം. അപ്പോഴത്തേക്ക് കൊല്ലം എത്ര കഴിഞ്ഞ് 23 വരും. ഓക്കെ, ഇനി ബാക്കി എത്രയുണ്ട് നിങ്ങൾക്ക് ഒരു ഫെർട്ടൈൽ പീരീഡ്? 5-10 ലെസ് ദാൻ 10 years. ഇനി 5 കൊല്ലം കൂടി ബാക്കിയുണ്ട്. ഈ ഫാഗ് എൻഡിലേക്കാണ് ഓരോരുത്തര് തീരുമാനിക്കുന്നത്. മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് സൊസൈറ്റിക്ക്. ഇങ്ങനെയൊക്കെ അല്ല ചിന്തിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് പറയേണ്ടതുണ്ട് സൊസൈറ്റിക്ക്. അത് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ കഴിവതും പറയണം എന്നൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ 20 വയസ്സിൽ പ്രസവിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾ 25 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുഞ്ഞു വേണോ വേണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ. ഓഫ്കോഴ്സ് നിങ്ങളൊരു പാർട്ട്ണറെ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ പോലും കണ്ടിട്ടുണ്ടാവില്ല ആ പ്രായത്തിൽ. ചിലപ്പോ 20-25 വയസ്സിൽ 25 വയസ്സ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഇതാണെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോണ പാർട്ട്ണർ 35 വയസ്സിലേ ഉള്ളൂ, അല്ലെങ്കിൽ 38 വയസ്സിലേ ഉള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യം വൈകുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സോ നമ്മളിപ്പോ 2 വീലർ എടുക്കുകയാണെങ്കിൽ ഇൻഷുർ ചെയ്യണം, മാൻഡേറ്ററി ആണ്. ഓക്കെ, 2 വീലർ എടുക്കുകയാണെങ്കിൽ പോലും ഇൻഷുർ ചെയ്യണം. ഇൻഷുറൻസ് നിങ്ങൾക്ക് 2 തരത്തിൽ എടുക്കാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാം, കോംപ്രഹെൻസീവ് എടുക്കാം. പുത്തനായിട്ടൊരു കാർ എടുക്കുന്ന ഒരാള് അധികം എടുക്കണമെന്ന് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്. ഞാൻ ഇടിച്ചാലും പോരെ, എന്നെ ഇടിച്ചാലും എനിക്ക് കോമ്പൻസേഷൻ വേണം. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് ഒരു വണ്ടിയുടെ കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ട്. മനുഷ്യന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ ആ ശുഷ്കാന്തി ഉണ്ടാവണമല്ലോ. എസ്പെഷ്യലി ഫാമിലി എന്ന് പറയുമ്പോ ഹസ്ബൻഡ്, വൈഫ്, വേണമെങ്കിൽ കുട്ടിയാവാം, വേണമെങ്കിൽ പട്ടിയുമാവാം, നോ പ്രോബ്ലം. ബട്ട് ഡെഫിനറ്റ്ലി കുട്ടിക്ക് ഒരു വലിയ റോളുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു വിഷയമായിട്ട് നിൽക്കും. മനുഷ്യനുള്ളിടത്തോളം കാലം നിൽക്കും. മാഡം, ഇപ്പൊ നമ്മൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു നോക്കി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം പീരിയഡ്സ് ആകുന്നു, ഒരു പെൺകുട്ടി ഫെർട്ടൈൽ ആണെങ്കിൽ നമ്മൾ സെൻസറാണല്ലോ നമ്മൾ അതിന്റെ, കാരണം അതാണ് അതിന്റെ ഫാക്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എപ്പോഴാണ് ആ കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരിക, ഫാമിലി ആകണം തോന്നുക, ഫാമിലി കംപ്ലീറ്റ് ആക്കണം അപ്പോൾ തോന്നുന്ന കംപ്ലീറ്റ്ലി ആ കുട്ടീനെ ഒരുപക്ഷെ അവരുടെ പാർട്ട്ണറെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പം മാം ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും
ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, നമ്മുടെ സമയം വൈകി പോകുവാണോ, അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത്, ഒരു ത്രെട്ട് എന്താണ് എന്നറിയാൻ ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. എന്താണ് മാം അതിനെപ്പറ്റി ഒന്ന് അറിയാം? അത് പറയുകയാണെങ്കിൽ വളരെ നിസ്സാരം. 12 വയസ്സിലും നമ്മള് പീരിയഡ്സ് തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. എന്ന് വെച്ചാൽ ഞങ്ങള് പറയാ ആ ഒരു ഓവുലേഷൻ, റെഗുലർ ഓവുലേഷൻ ഇതൊക്കെ ഉണ്ടാവുക കുറച്ചും കൂടി വൈകിയായിരിക്കും. മെച്ചൂരിറ്റി, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെച്ചൂരിറ്റി വരാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കും. രണ്ടും സെറ്റാണ്. സെറ്റ് ആയിട്ട് വരാനായിട്ട്. ബ്രസ്റ്റ് എല്ലാം ഇതിന് ഭാഗമാണല്ലോ. ലൈംഗിക അവയവങ്ങൾ മൊത്തം ലൈംഗിക അവയവങ്ങൾ മൊത്തം കൂടി ഇതായിട്ട് വരാനായിട്ട് ഒരു 3 കൊല്ലമൊക്കെ എടുക്കാറുണ്ട്. ഒരു 15, ഇപ്പോഴത്തെ കുട്ടികളെ ഞങ്ങൾ കാണുന്നത് 15 വയസ്സാകുമ്പോഴത്തേക്കും അവർ പ്രായപൂർത്തിയാവാറുണ്ട്. ഇപ്പൊ ഏത് സ്കൂളിൽ ചെന്ന് നോക്കുകയാണെങ്കിലും 15 ഇയേഴ്സിലൊക്കെ പ്രായപൂർത്തിയാവാറുണ്ട്. ഇപ്പൊ ഇപ്പോഴും കാണുന്നത് ഞങ്ങൾ 12 ഇയേഴ്സിലാണ് ഇപ്പം ഏജ് മെനാർക്കി കൂടുതലും കാണുന്നത്. ബട്ട് ഒരു 1/3 ആൾക്കാർ ഇപ്പോഴും 13 ഇയേഴ്സിലാണ്. ഓക്കെ, 13 ഇയേഴ്സിലാണ് ഏജ് മെനാർക്കി. മെനാർക്കി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പീരീഡ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3 ഇയേഴ്സ് വെച്ചോളൂ. ഒരു 16 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും അവരുടെ റീപ്രൊഡക്റ്റീവ് അവയവം കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ടാവും. അവരുടെ ഹൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. വണ്ണമല്ല, മീൻ ടു സേ ദ ഹൈറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവര് മേ ബി 13-14 വയസ്സ് മുതലേ അവര് ഇപ്പൊ സെക്സിൽ ഏർപ്പെട്ടു എന്ന് വെച്ചോളൂ. ദേ ക്യാൻ ബിക്കം റാൻഡംലി പ്രഗ്നന്റ്. ബിക്കോസ് ഓവുലേഷനേ ഉണ്ടാവണമെന്നല്ല, റാൻഡമൈസ്ഡ് ആയിട്ട് ഇടയ്ക്ക് മറ്റൊക്കെ ഓവുലേഷൻ ഉണ്ടാകുന്നതാണ്. ഇപ്പോ 13 ഇയേഴ്സ് മുതലേ ദേ ആർ ലൈക്ലി ടു ഹാവ് പ്രഗ്നൻസി. പിന്നെ 15-16 ആണെങ്കിൽ നിങ്ങൾ സെക്ഷലി ആക്റ്റീവ് ആവുകയാണെങ്കിൽ അന്ന് മുതലേ ഹൈ ചാൻസ് ദാറ്റ് യു വിൽ ബിക്കം പ്രഗ്നന്റ്. ആ റീപ്രൊഡക്റ്റീവ് മെച്ചൂരിറ്റി വരുന്ന ചെറിയ പ്രായത്തിൽ, ദാറ്റ്സ് ദ ടൈം ഇൻ ദ ബെസ്റ്റ് എഗ്സ് ആൻഡ് ദ ബെസ്റ്റ് സ്പെർംസ്. സോ ദാറ്റ് ചാൻസ് ഇസ് നോട്ട് ഓൺ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ടൈംഡ് ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് വേണം. ടൈംഡ് ഇന്റർകോഴ്സ്. ഈ ടൈംഡ് ഇന്റർകോഴ്സ് ടൈം ചെയ്യാനായിട്ടായിരിക്കും ഈ 2.5 മില്ലിഗ്രാമിന്റെ ലെട്രസോൾ ഗുളികയോ 50 മില്ലിഗ്രാമിന്റെ ക്ലോംഫെസിട്രേറ്റോ ഒക്കെ കൊടുക്കുന്നത്. ഈ ടൈം ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഈ 14 പുസ്തകത്തിന്റെ ആ ഒരു കണക്കൊക്കെ വെച്ച് നമ്മളോട് സാധാരണ പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറൽ ആയിട്ട് ഓവുലേറ്റ് ചെയ്യേണ്ടാവും ഒരു വ്യക്തി. ആ നാച്ചുറൽ ആയിട്ട് ഓവുലേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ ഈ ഒരു പ്രശ്നങ്ങളിൽ പോകാം. അപ്പൊ ആ വരുമ്പോഴാണ് ഈ ഗുളിക കൊടുത്തിട്ട് 12-ാം ദിവസമാണ് കേട്ടോ നിങ്ങളുടെ മെച്ചൂർ ആവണത്, 13-ാം ദിവസം കഴിഞ്ഞാൽ ഓവുലേറ്റ് ചെയ്യും എന്നൊക്കെ പറയും. ഈ മെച്ചൂർ ആവണം എന്നാ ഫോളിക്കിൾ സൈസ് മെച്ചൂർ ആവണമെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ സ്കാനിൽ കൂടെ ഒക്കെ. അങ്ങനെ നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഈസ്ട്രഡിയോൾ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു 200-250 ഒക്കെ കാണുന്ന നാച്ചുറൽ ആയിട്ട് വരുന്ന ഫോളിക്കിളുടെ മെച്ചൂരിറ്റി മാത്രമാണ്. അതിനകത്ത് നമ്മൾക്ക് ഇത് കാണുന്നില്ല, ഈ എഗ് മെച്ചൂർ ആണെന്നൊന്നും കാണുന്നില്ല. ഈ ഇമ്മച്യൂർ ഫോളിക്കിൾസും ഇത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, ഇതേ തന്നെ ക്വാളിറ്റി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, ഇതൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്നും കാണില്ല. ഇതിന്റെ തോത് കുറഞ്ഞു വരും ഏജ് വരുമ്പോൾ. വേറൊരു കൂട്ടരുണ്ട് ഇതിനകത്ത്, ഡിമിനിഷ്ഡ് ഓവറിയൻ റിസർവ് എന്ന് പറഞ്ഞൊരു ഉള്ള ഒരു ആൾക്കാരുണ്ട്. ഓവേറിയൻ റിസർവ് ഒരു കൂട്ടരുണ്ട്. അതിപ്പോ ഞങ്ങള് കൂടുതലാണ് കണ്ടത്. പുരുഷവന്ധ്യതയും സ്ത്രീവന്ധ്യതയും കൂടുതലാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് ഇപ്പൊ എന്നെ പോലുള്ള ഇത്തരം പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അന്ന് കണ്ട സെമനാണോ ഇപ്പൊ കാണുന്നത്, അന്ന് കണ്ട എഗ്ഗാണോ ഇപ്പൊ കാണുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അല്ല. ഓവർ ഇയേഴ്സ് ഇറ്റ് ഹാസ് ഡിമിനിഷ്ഡ്. ഓക്കെ, ഡിക്രീസ്. ക്വാളിറ്റി ഹാസ് ഡെഫിനറ്റ്ലി ഡിക്രീസ്. പുരുഷന്മാരുടേത് സ്ത്രീകളുടേത്. ആ ഡിക്രീസിന്റെ എന്തൊക്കെയാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ നോട്ട് അഡ്രസ് ദോസ് തിങ്. ഇറ്റ് ഹാസ് ഡിക്രീസ്. അപ്പൊ ഈ ഇതിൽ തന്നെ സ്ത്രീകളുടെ ഇടയിൽ ഞങ്ങൾ ഒരു ഒരു ആൾക്കാരെ കണ്ടുള്ളൂ, ഇവർക്ക് ജന്മന കുറവാണ് എഗ്. അതായത് ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോ എത്രയോ മില്യൺസ് ഉണ്ടാവണം, അത് ജന്മന തന്നെ കുറവുള്ളൂ. അപ്പൊ ഇവര് പണ്ടുണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവർ 10-20-21 വയസ്സിലാകുമ്പോഴേ 2 കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ. ഇത് ഇറ്റ് ഇസ് നോട്ട് എവിഡന്റ്. പക്ഷെ ഇപ്പൊ അത് എവിഡന്റ് ആവാനുള്ള സംഗതി വരുന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രായം 30-32 വയസ്സിലായിരിക്കും. ഞങ്ങൾ 2 കൊല്ലം ശ്രമിക്കുന്നു, വാങ്ങുന്നില്ല. പിന്നെ അവരുടെ തന്നെ ഒരു ഡയലോഗ് ഉണ്ടാവും, ഞങ്ങൾ ആക്ച്വലി ഈ കഴിഞ്ഞ 4 മാസം ആയിട്ടുള്ളൂ. അപ്പൊ കല്യാണം എത്ര കൊല്ലായി? 10 കൊല്ലായി. 10 കൊല്ലത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കോൺസെപ്ഷൻ ഉപയോഗിച്ച? 0, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഉപയോഗിക്കാണ്ട് അവര് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്നാണയാ അല്ലാതെ സൂക്ഷിച്ച് രക്ഷപ്പെടുമെങ്കിൽ ഈ കണ്ട് അവിഹിത ഗർഭങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ആവശ്യമില്ലാത്ത ഗർഭമൊന്നും ഉണ്ടാവില്ലായിരുന്നു. സോ ദോസ് തിങ്സ് ആർ നോട്ട്. ദീസ് പീപ്പിൾ ഹാവ് എ ഡിസഡ്വാൻറ്റേജ്. എന്തോ ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജിൽ ഒരു പ്രധാനമായി കാണുന്ന ഒരു പ്രശ്നമാണ് ഡിമിനിഷ്ഡ് ഓവറിയൻ റിസർവ്. അത് നമ്മളെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറെ പേര് അതിന് നെഗറ്റിവിറ്റി ഉണ്ട്.
ഇവർക്ക് അത് ചികിത്സിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇവര് നമ്മളോട് ഇങ്ങനെ പറയുന്നത്. പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഇല്ല, ഓക്കെ. അങ്ങനെ പറയുന്നത്. ഞങ്ങൾക്ക് നല്ലോണം അറിയാം ഈ ഒരു വ്യക്തി എന്നെ പോലുള്ള ഒരു ഇത്രയും എക്സ്പീരിയൻസ് 10-25 കൊല്ലം കഴിഞ്ഞു. ഇപ്പം ഐ ആം ലുക്കിംഗ് ഇറ്റ് ART അലോൺ പ്രാക്ടീസ് ചെയ്യണ എന്നോട് പറയാണ് ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഈ കേസ് റിസർവ് ഇസ് പുവർ. ഈ ഓവുലേഷൻ നോക്കി നമ്മുടെ ഞാനോ എന്റെ ഈ കണ്ട 75% ആൾക്കാർ ബിക്കം നാച്ചുറലി പ്രഗ്നന്റോ ഇതൊന്നും ഓവുലേഷൻ നോക്കി ട്രൈ ചെയ്യുന്നവരല്ല. അല്ലെങ്കിൽ മുൻ തലമുറകൾ എന്റെ മുത്തശ്ശനോ അമ്മൂമ്മയ്ക്ക് 10 മക്കളുണ്ടായിരുന്നു. അവര് 10 മക്കളെ അവരുണ്ടായത് ഈ ഓവുലേഷൻ സ്റ്റഡി നോക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ദീസ് തിങ്സ് ആർ ബൈ നേച്ചർ ഇറ്റ് ഇസ് ദേ. അങ്ങനെ നമുക്ക് ഹിസ്റ്ററി നോക്കി നമുക്ക് പറ്റും. അറിയാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും എന്നെ പോലുള്ളവർക്കൊക്കെ ഈസിലി പറയാൻ പറ്റും, ഓ ഇവരുടെ കണ്ടീഷൻ പോകാം. പിന്നെ ഇവരെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എല്ലാവർക്കും കണക്ക് വേണം, നമ്പേഴ്സ് ഫിഗർ. ഇപ്പൊ നിങ്ങളും തന്നെ പോയാണോ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. ആന്റിമുള്ളേറിയൻ ഹോർമോൺ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനൊരു താതാത്മ്യമുണ്ട്. ഇതുകളുടെ എണ്ണവും ആന്റിമുള്ളേറിയൻ ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഹോർമോണും ആയിട്ടുള്ള ഒരു താതാത്മ്യമുണ്ട്. സംവോട്ട് താതാത്മ്യം, ഇറ്റ്സ് നോട്ട് 100%, ബട്ട് സംവോട്ട് താതാത്മ്യമുണ്ട്. ഞങ്ങൾ അതിന്റെ സ്കാനിൽ പറഞ്ഞ ആന്റിഫോളിക്കൽ കൗണ്ട് ഉണ്ട്. And we know that a fewer number of follicle counts going towards low reserve എന്നാണ് നമ്മുടെ ഇംപ്രഷനിൽ എഴുതാം. കോറിലേറ്റ് ക്ലിനിക്കലി എന്ന് പറയും. എന്തിനാ ഈ ക്ലിനിക്കലി എന്നറിയോ? ഞങ്ങൾ ഓൾറെഡി ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്തു, അവരുടെ കഥയെ കയറ്റാനായിട്ട് ഒരു കണക്ക് വേണം. അതിനാണ് AMH ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ AMH വളരെ അതിന്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ അത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് വരാൻ പറയും. ചിലവര് അതും കൊണ്ടിട്ടായിരിക്കും വരുന്നത്. അല്ല, ഇപ്പൊ ഈ ഗൂഗിളൊക്കെ നോക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്തവരുണ്ട്. അതാ പറഞ്ഞ തന്നെ അതൊരു പ്രശ്നമുണ്ട് അല്ലേ? ഈസിലി ഉണ്ട്. അതെല്ലാം കൂടാതെ AMH ടെസ്റ്റ് ചെയ്ത് കണ്ടു വരുമ്പോഴത്തേക്ക് വളരെ കുറവാന്ന് പറയുമ്പോഴേക്ക് AMH കൂട്ടാൻ്റെ മരുന്ന് തരും. ഡയറക്റ്റ് അങ്ങനെയാണ്. അടുത്തത് യു കാൺ സേ ദാറ്റ് യു ആർ ബോൺ ലൈക്ക് ദിസ് എന്നുള്ളത്. പിന്നെ എന്താ വാട്ട് ഈസ് മൈ ഇപ്പൊ നിങ്ങൾക്കുള്ള പോകുമ്പഴി ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുമ്പഴി അല്ല IVF. നിങ്ങൾക്കുള്ള സപ്പോസിങ് യു കെയിം ടു മീ അറ്റ് ഏജ് 30 ആൻഡ് ഐ ഫൈൻഡ് യു. ഞാൻ നിങ്ങളുടെ ഓവറിൻ റിസർവിന്റെ നമ്പേഴ്സും ഇതും കാറ്റഗറൈസ് ചെയ്തെല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സംവോട്ട് 37-38ന്റെ ആണ് നിക്കണേ. ഓക്കെ, നിങ്ങൾക്ക് കുട്ടികൾ വേണം. ബയോളജിക്കൽ ഏജ് 30 ആണ്, പക്ഷെ എഗ് റിസർവ് നോക്കുമ്പോൾ യു ആർ ഏജിങ്. യു ഹാവ് ഏജ്. പക്ഷെ എന്തൊരു ഗുണമുണ്ട്, 30 ഇയേഴ്സിന്റെ ക്രോണോളജിക്കൽ ഏജിൽ ആയിരിക്കും എഗിന് ക്വാളിറ്റി. നമ്പേഴ്സ് ആയിരിക്കും കുറഞ്ഞിട്ടുണ്ട്. ആയിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ചാൻസസ് കൂടുതൽ ഡിപ്പെൻഡിങ് ഓൺ എ പേഴ്സൺ അറ്റ് 30 ഏജ് വരുന്നില്ല. 30 വിത്ത് ദ സെയിം AMH സെയിം എഗ് ആളും ഈ 30 വയസ്സിലെ ലോ AMH കൊണ്ടുവരുന്ന ആളും ഇവരോട് ഞങ്ങൾ എല്ലാം തീർന്നിട്ട് നിങ്ങൾ IVF വരും എന്ന് പറയില്ല. ഇവരോട് ഞങ്ങൾ പറയും നിങ്ങളുടെ ബെസ്റ്റ് ചാൻസസ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് വരുമ്പോ അവർക്ക് IVF വേണോ എന്ന് സജസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഇങ്ങനത്തെ കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. അല്ലാതെ അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യമില്ല. അവസാനത്തെ പോകുമ്പോഴായിട്ട് ഞങ്ങൾ ഒരിക്കലും IVF എടുക്കാറുണ്ട്. ഞാനിപ്പോ സ്ത്രീകളുടെ കാര്യം മാത്രമേ ഇവിടെ അഡ്രസ് ചെയ്തുള്ളൂ. തത്തുല്യമായ പുരുഷന്മാരുടെ മധ്യത്തിൽ ഞങ്ങൾ കൂടിക്കൂടി വരണമെന്ന് പറഞ്ഞല്ലോ, കാണുന്നുണ്ട്. വെരി ലോ സ്പേം കൗണ്ട്സ് ആയിട്ട് വരുന്നവരുണ്ട്. കാരണം അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ ഈ പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം വെച്ചാൽ മറ്റേ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഹെൽത്ത് ഒക്കെ സെറ്റ് ആക്കാൻ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ നിന്ന് അത്ര ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ പറയുന്ന ചില പൗഡേഴ്സും സംഭവങ്ങളൊക്കെ ടെസ്റ്റോസ്റ്റെറോൺ ഹൈ ആണെന്നൊക്കെ ഉള്ള മൂടില് അത് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പേമിന്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ കുറയുമെന്നോ അങ്ങനെ എന്തോ ഒരു വിമർശനം കേൾക്കുന്നുണ്ട്. അതിനകത്ത് എത്ര കാര്യമുണ്ട്? പേടിക്കേണ്ട ഒരു കാര്യമാണോ? ട്രൂലി നീ പറഞ്ഞത് ശരി തന്നെയാണ്. ബിക്കോസ് ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത്, അതിനകത്ത് ഇട്ടേക്കണം. ഈ ആനബോളിക് സ്റ്റിറോയിഡ്സ് ഹാസ് എ ഡെട്രിമെന്റൽ ഇഫക്റ്റ് ഓൺ ഈ സ്പേംസ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റിയിൽ ഡെട്രിമെന്റലി ബാധിക്കാം ഉണ്ട്. ആനബോളിക് സ്റ്റിറോയിഡ്സ് നമ്മൾ അവിടെ ജിമ്മിൽ പോകുന്നത് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഓക്കെ. നിങ്ങളുടെ തോട്ട് യു ആർ ടു ബിക്കം മിസ്റ്റർ കേരളയാണോ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ ആനബോളിക് സ്റ്റിറോയിഡ്സ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നത്.
ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോണത്? ഇപ്പൊ ജിമ്മിൽ പോണത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു. ജിമ്മിൽ പോകേണ്ടത് വളരെ നല്ലത് തന്നെ, ഫോർ യുവർ ഹെൽത്ത് മെയിൻ്റനൻസിന് നല്ലത്. പക്ഷേ അനബോളിക് സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കുന്നത് വാട്ട് ഈസ് യുവർ എയിം അറ്റ് ഡൂയിങ് ദോസ് ജിമ്മിങ് എന്നുള്ളതാണ്. നിങ്ങൾ ഏതോണ്ട് ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ അയാൾക്ക് മരുന്ന് ഒരു തരത്തിൽ പോലും ഈ പ്രോട്ടീൻസ് സജസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. ഉണ്ട്. ഹി ഈസ് നോട്ട് എ ന്യൂട്രീഷ്യനിസ്റ്റ്. എല്ലാ ജിമ്മിലും ഒരു ന്യൂട്രീഷനിസ്റ്റ് വേണമെന്നാണ്. ഇപ്പൊ നമ്മളിപ്പം പോയി ഒരു പേഴ്സണൽ ട്രെയിനറെ കണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പേഴ്സണൽ ട്രെയിനർ അല്ലേ എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം പറയുന്ന സാധനം എടുത്ത് കഴിച്ചാൽ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്നെ ആകുന്നില്ല. ഇല്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ മിക്കവാറും സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ഞങ്ങള് ഇത് നിർബന്ധമായിട്ടുണ്ട്. ഞാൻ എന്നെ പോലുള്ളവരെല്ലാം ബിക്കോസ് ഞാൻ ബോൺ വിത്ത് ദിസ് ഹെൽത്ത് എന്നുള്ളത്. ഐ മെയിൻറ്റെയിനിങ് ദിസ് ഹെൽത്ത്. ആ മെയിൻ്റനൻസിൽ റെഗുലർ ബേസിസിൽ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നതിന്. അപ്പൊ അതും എന്റെ ബാധകം തന്നെയാണ്. ഓവറോൾ ഹെൽത്തിനെ ആണ്. ബാധിക്കാണ്. എന്നെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ 20 വയസ്സുകാരൻ വന്നേക്കണ വർക്ക്ഔട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്നില്ല. എന്റെ ഏജിന് ചെയ്യിക്കാൻ പറ്റുന്ന സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് തന്നെയാണ് ചെയ്യുന്നത്. എന്റെ എല്ലാ ജോയിന്റ്സും എന്റെ മസിൽസും സ്ട്രെങ്തൻഡ് ആയിട്ട് ഇരിക്കണം തന്നെ എന്റെ ആഗ്രഹം.